എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു ഓലനാണ് ഉണ്ടാക്കുന്നത്, കണ്ണൂർ സ്റ്റൈലിൽ. ഇത് ഇളവിന് പകരം ഞാൻ ഹെയറി മെലൺ എന്ന് പറഞ്ഞ വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. ഇത് കോട്ടപ്പയർ, ഈ വെണ്ടക്ക. മെയിൻ ഡിഫറൻസ് വെണ്ടക്കയാണ്. വെണ്ടക്കയും ഈ ധാന്യപ്പയറിന് പകരം കോട്ടപ്പയറുമാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ പച്ചമുളക്. ഇത് ശരിക്കും മറ്റേതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതെല്ലാം ഞാനിനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലും സൈസിലും കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെണ്ടക്ക ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയതാണ് കട്ട് ചെയ്തിട്ട് ഈ തിക്നെസ്സിലാണ് ഞാൻ ഇളവൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു അരഭാഗം ഇളവനാത്. പിന്നെ ഇത് മെഴുക്ക് വരട്ടി പാകത്തിന് കോട്ടപ്പയറും. ഇനി കോട്ടപ്പയറും ഇളവനും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം, ഉപ്പിട്ടിട്ട്. അത് വെന്തൊരു പകുതി ആകുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക ഇടാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. നല്ല സൂപ്പ് പോലെ ഉണ്ടാവും. ഇത് മെയിൻ ടേസ്റ്റ് പെപ്പറിൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. ലാസ്റ്റിലാണ് ഇടുക. അത് പകുതി വന്നിട്ടുണ്ട്. ഇപ്പം വെണ്ടയ്ക്ക ഇടാം. അത് ഫ്രോസൺ ആയതുകൊണ്ട് ഇങ്ങനെ ക്ലംപായി നിൽക്കുന്നത്. വെണ്ടയ്ക്കും വെന്തു. ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. വെണ്ടയ്ക്ക ഇട്ടതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കുറച്ച് തിക്കായിട്ട്. കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച്, ഇത് ഞാനിപ്പം കോക്കനട്ട് പൗഡർ കലക്കി ഒഴിച്ചതാണ്. ഇനി കുറച്ച് കരിവേപ്പില ഇടണം. ഒന്ന് ചെറുതായി ഒന്ന് തിള വരെ വേണ്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വേവേണ്ടുള്ളൂ. ഓൾറെഡി വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചാൽ മതി. ഇനിയിപ്പം നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. നിറയെ പെപ്പർ വേണം. ഫൈനായിട്ട് പൊടിക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടണം. നമ്മൾ സ്റ്റൂവിനെല്ലാം ഇടുന്ന പാകത്തിന്. വെണ്ടയ്ക്കയ്ക്ക് പകരം വഴുതനങ്ങ ഇട്ട് ചെയ്യലുണ്ട്. തെക്കോട്ടെല്ലാം മറ്റേ പയറും മറ്റേ വൻപയറും പിന്നെ ഇളവനും ഇട്ടിട്ട് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ വ്യത്യാസം ഈ ഗ്രീൻ വെജിറ്റബിൾസ് ഇടുന്നതാണ്. ഒരു മീൻ വറ്റിച്ചതും ചോറും പിക്കിളും ഓലനും കൂട്ടി കഴിക്കാം. താങ്ക്സ് കേട്ടോ.